ചെറുതായിട്ട് എങ്ങനെയുണ്ട്? സൂപ്പറാണ്. ആരെന്താ പോയി ബാക്കിലേക്ക് ഇരിക്കുന്നത് ട്രെയിനേഴ്സ് ഉണ്ടാക്കിയാലോ? അങ്ങനത്തെ കുട്ടികൾ പറഞ്ഞ പിന്നെ അതിനൊരു കുട്ടികളുടെ ആഗ്രഹപ്രകാരം ചെറിയ രീതിയിൽ ചെറുതായിട്ടൊന്ന് കൈനാസ് ഉണ്ടാക്കാനുള്ള മൈദ ഇട്ട് ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. സാധാരണ എല്ലാവരും കളറൊക്കെയാണ് ചേർക്കുന്നത്. കളറ് നമുക്ക് വേണ്ട, നമുക്ക് കഴിക്കാണ്ടാക്കിയല്ലേ. ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ടുണ്ട്. ഒരു നിർബന്ധമൊന്നുമില്ല, ഒരു കളറ് മഞ്ഞ കിട്ടാൻ വേണ്ടിയിട്ട്. ഇത്തിരി ഉപ്പ് അതിലുണ്ടായിരുന്നു. നന്നായിട്ട് കുഴക്കുക. മാവ് ഈ പരുവത്തിലായിട്ടുണ്ട്. മാവ് ഇനി ഓരോ ബോളാക്കി എടുക്കണം. അപ്പോൾ ഇത് ഏകദേശം പൊടി വെട്ടാൽ അടി ഒട്ടിപ്പിടിക്കുന്നത് നല്ലതാണ്. ഇത് 2 ബോളാക്കി വെച്ച് നമ്മൾ അതിൻ്റെ മുകളിൽ കൊടുക്കാനുള്ള പഞ്ചസാര ലായനി ഇതൊക്കെ കുറച്ച് നേരത്തെ വെച്ചിക്കത് ആയിട്ട് വരണ്ടേ. നമ്മളിനി ബോൾ പരത്താൻ പോകും. ഒരു പൊടിങ്ങ ഇട്ട് കൊടുത്താൽ ഒട്ടിപ്പിടിക്കില്ല. നമ്മൾ ഇത് പരത്തി കഴിഞ്ഞ് കഴിഞ്ഞ് ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യൊക്കെ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഇതിങ്ങനെ മടക്കിക്കൊണ്ടുപോകാം. ഇതിന് നമ്മുടെ നാട്ടിലെ കൈനാസ് എന്ന് പറയണ്ട, കോഴിക്കോട് ഭാഗങ്ങളിലൊക്കെ മടക്ക് എന്ന് പറയും. അതിങ്ങനെ മടക്കുന്നുണ്ട് ഈ കാര്യം എന്ന് വിചാരിക്കുന്നു. നമ്മളിത് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ രീതിയിലാക്കിയെടുത്ത് അത് നമ്മളിത് പൊരിച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ വിടർന്ന് വരും, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. ഒരു പീസ് ഇനി ഈ ലെവർക്ക് നമ്മൾ പരത്തിയെടുക്കും. കുറച്ച് ഓയിൽ മുകളിൽ കൊടുക്കുക. എണ്ണ ചൂടായിരുന്നു നോക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ചെറുതായിട്ട് കാണാൻ ലുക്കില്ല എന്നുള്ളൂ. ലുക്കിലല്ല കാര്യല്ലേ, ടേസ്റ്റിലാണ്. കളർ കുറവാണ്. ഇതിന് വെറുതെ ഈ മഞ്ഞ കളറൊക്കെ ചേർക്കും, നമുക്ക് കഴിക്കാനുള്ളത്. അപ്പോൾ പൊരിച്ചായിട്ടുണ്ട്. നമ്മൾ പഞ്ചസാര ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അത് ആയി കഴിഞ്ഞാൽ മധുരം കൊടുക്കുക. ഫിനിഷ്. പഞ്ചസാര ആയി കഴിഞ്ഞാൽ നമ്മൾ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെരിച്ച് വെക്കുന്നത്. അപ്പോഴാണ് ഇതിൻ്റെ എല്ലാ ഭാഗത്തും എത്തിപ്പെടുള്ളൂ. അറിയാം, റെഡിയാണ്. സൂപ്പർ. സ്റ്റാർട്ടാ. എങ്ങനെയുണ്ട്? സൂപ്പറാണ്. ആരെന്താ പോയി